രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 78ാം ചരമവാർഷിക ദിനത്തിൽ പഴഞ്ഞൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി അനുസ്മരണം സംഘടിപ്പിച്ചു. മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ ഗാന്ധിജിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി നേതാക്കൾ ആദരമർപ്പിച്ചു. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 78ാമത് ചരമവാർഷിക ദിനത്തിൽ കാലത്ത് അദ്ദേഹത്തിന്റെ ഓർമ്മ പുതുക്കുകയും മഹാത്മാഗാന്ധിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു. പഴഞ്ഞൂർ മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ ചേർന്ന യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് പി കെ പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നേതാക്കളായ പി കെ മുരളീധരൻ, ബാലകൃഷ്ണൻ നായർ, പി കെ ശ്രീകുമാർ, പി കെ മോഹൻദാസ്, ടോമി ജോസഫ്, ജയപ്രകാശൻ കെ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ലത എ കെ, രവി. ഇന്ത്യയുടെ ചരിത്രത്തിൽ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത് ബ്രിട്ടീഷുകാരിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കാൻ ഏറ്റവും മുന്നിൽ നിന്ന് പടപൊരുതിയ മഹാത്മാഗാന്ധിയുടെ ചരമദിനമാണ് ഇന്ന്. 1948 ജനുവരി 30 ഒരു പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവൻ നടുക്കിയ ഭാരതത്തിൻ്റെ ഹൃദയത്തിൽ രക്തം വീണ ഇന്ത്യയിലെ കോടാനുകോടി ജനങ്ങളുടെ കണ്ണീരുകൊണ്ട് ഇന്ത്യയിലെ മണ്ണ് കുതിർന്ന ആ ഒരു ദുഃഖകരമായ സംഭവം ഉണ്ടായത്. നമ്മുടെ നാട്ടിലെ ധീര ദേശാഭിമാനികളെ ഒന്നിച്ചു ചേർത്തുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ ചരമ വാർഷിക ദിനമാണ് ഇന്ന് നമ്മളെല്ലാവരും അവിടെ ആചരിക്കുന്നത്. നമുക്കറിയാം, ലോകം മുഴുവൻ മഹാത്മാഗാന്ധിയിലേക്ക് തിരിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ മഹാത്മജിയെ വെടിവെച്ചു കൊല്ലാൻ കാരണക്കാരായവർ നേതൃത്വം കൊടുത്തിരുന്ന ഒരു ഭരണ സംവിധാനത്തിൽ നമ്മളൊക്കെ ഇന്ന് ഒന്നിച്ചു കൂടുന്ന ഒരു വിരോധാഭാസം നമ്മുടെ നാട്ടിൽ നിൽക്കുന്നത്. കുമ്പളക്കോട് ഗീതാനാരായണൻ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സുബൈദ, പ്രിയ പ്രമോദ്, രേഖാമണി, വിനോദിനി, പ്രമിള എന്നിവർ പങ്കെടുത്തു. അനുസ്മരണ യോഗത്തിന് ശേഷം തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും മഹാത്മാഗാന്ധിയുടെ പേര് നീക്കം ചെയ്തതിൽ പ്രതിഷേധിച്ച് തൊഴിലുറപ്പ് സംഗമവും നടത്തി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി കെ പ്രകാശൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ദുർബല ജനതയുടെ പട്ടിണി മാറ്റുന്നതിനായി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള UPA സർക്കാർ നടപ്പിലാക്കിയ മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള തൊഴിലുറപ്പ് പദ്ധതിയെ ഇല്ലാതാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നടപടികളെ ചെറുത്തു തോൽപ്പിക്കുമെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പേരിൽ പ്രതിജ്ഞ ചെയ്യുന്നു.